നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഴലപ്പമാണെന്ന് നമ്മൾ ചെയ്യുന്നത്. കുഴലപ്പം രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അരിപ്പൊടി ഉപയോഗിച്ചും ഉണ്ടാക്കാം, അരി അരച്ചിട്ടും ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് എളുപ്പമുള്ള രീതിയിൽ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കുഴലപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുഴലപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പാകത്തിൽ വറുത്തെടുത്തിരിക്കുന്ന അരിപ്പൊടി എടുക്കുക. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നൈസായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. പുട്ടിൻ്റെ പാകത്തിലുള്ള പൊടിയാണെങ്കിൽ ഒന്നുകൂടി പൊടിച്ചിട്ട് അരിച്ചെടുക്കുക. വറുത്തരിപ്പൊടിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം. പിന്നെ 4 ഉള്ളിയും ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ, ഇത്രയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയതും നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതി, ഇപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പകുതി എടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കുഴയ്ക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുക. തേങ്ങ അരഞ്ഞു പോകരുത്. അതുപോലെ തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ നമുക്കിതെല്ലാം ചേർത്തൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നമ്മളിതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാക്കി വച്ചിരിക്കുന്ന ജീരകം ഉണ്ടല്ലോ, ഈ ജീരകം ചേർക്കുക, എള്ളും ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് തിളപ്പിക്കാം. ഞാനിപ്പോൾ ഉപ്പ് ഇതിലേക്കാണ് ചേർക്കുന്നത്. വെള്ളം തിളപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ, എങ്കിൽ പൊടി കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. നന്നായിട്ട് തിളച്ച വെള്ളമാണ്. അപ്പോൾ ഒരുമിച്ച് തന്നെ ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തരിപ്പൊടി ആകുമ്പോൾ വെള്ളം കൂടുതൽ വേണം. പിന്നെ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടി തിക്കായിട്ട് കുഴച്ചെടുക്കുക. അത്രയും സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിയുടെ ഇതനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. എത്രത്തോളം വറുത്ത പൊടിയാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതൊന്ന് ചൂട് മാറി വന്നിട്ടേ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ചൂട് മാറണ്ട, ചെറിയൊരു ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുക. നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ചൂടോടുകൂടി കുഴയ്ക്കണം. നന്നായിട്ട് ചൂട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂട് കുറഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ പൊടിയുടെ ചൂട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂട് മാറി വന്നിട്ടില്ല. അപ്പോൾ ഇനി നന്നായിട്ട് ഈ ചെറിയ ചൂടിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ കൈ പൊള്ളുന്നുണ്ടെങ്കിൽ, കൈക്ക് ചൂട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. അധികം വെള്ളത്തിൽ ഡിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഉടനെ തന്നെ വീണ്ടും കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊരു സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കട്ടെ. ഇതുപോലെ എല്ലാം ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് സമയം എടുക്കട്ടെ ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് കുഴച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി ഡ്രൈ ആയി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും. 15 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ പൊടിയിലേക്ക് നന്നായിട്ട് തന്നെ ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ പിടിച്ചു വരും. അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പൊടി കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുഴലപ്പം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ കുഴലപ്പം പല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വലിപ്പത്തിലാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിപ്പത്തിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതാ ചെറിയൊരു ബോളിൻ്റെ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ മാവ്. ഇത് കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇത് ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇതുപോലെ പരത്തിയിട്ട്
മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തി കല്ലിൽ വെച്ചിട്ടും പരത്തിയെടുക്കാം, പിന്നെ ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയും പരത്തിയെടുക്കാം. ഇത് ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഒരു ഇതില്ലേ, ഒരു വിരലിൻ്റെ വണ്ണത്തിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതാകുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ടൂൾസ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റീലിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ ഒരു കുഴലോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വിരലിൽ ചുറ്റിയിട്ട് ആക്കിയെടുക്കാം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് കുറച്ച് തിക്കാണ്, ഇതൊന്ന് തിന്നാക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ഈ രീതിയിലല്ല ചെയ്യുന്നത്, ഈ രീതിയിലും ചെയ്യാം എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്ന് കാണിച്ചു തന്നു മാത്രം. ഞാൻ കുറച്ചുകൂടി കൂടുതലായിട്ട് മാവ് എടുക്കുന്നുണ്ട്. ആദ്യം നമ്മളെടുത്തതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു ബൗളാണിത്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ തന്നെ പിടിച്ചിട്ട് പരത്താം. ഇല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കല്ലുണ്ട്, ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്താം. അപ്പോൾ ചപ്പാത്തി കല്ലിൽ ഒട്ടാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഒരു ക്ലിങ് ഫിലിമോ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിണ്ടെങ്കിൽ കയ്യിലൊട്ടാതെ നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി കല്ലിലാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ അങ്ങ് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി കല്ലിൽ ഇതുപോലെ ഒന്ന് ഷീറ്റ് സ്പ്രെഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ചപ്പാത്തി കല്ലിൽ എണ്ണ പുരട്ടി കൊടുത്താലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഇനി നമ്മുടെ ചപ്പാത്തി കോലിലൊന്ന് ലൈറ്റായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക കേട്ടോ. നമുക്കിത് പരത്തിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ എണ്ണ തടവുന്നത്. നമ്മുടെ ചപ്പാത്തി കോലിൽ എണ്ണ തടവിയതിന് ശേഷം നമ്മൾ പതുക്കെ പരത്തി തുടങ്ങാം കേട്ടോ. അധികം ധൃതി പിടിക്കരുത്. എന്താണെന്ന് വെച്ചാൽ അധികം വലിപ്പം കൂടേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇവിടെയാണ് ഇത് ചുറ്റിയെടുക്കുന്നത്. ഇവിടെ ചുറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചുറ്റിയെടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ വട്ടം കൂടുതലായിരിക്കും. കുഴലപ്പത്തിന് അധികം വണ്ണം ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ ചുറ്റുന്നത്. ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി കോല് വെച്ച് കൊടുക്കുക. അതിൻ്റെ തുമ്പ് നമ്മൾ ഏത് പൈപ്പാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മുടെ വിരൽ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടി വന്നോളും. കണ്ടോ, നമ്മുടെ കുഴലപ്പം റെഡി ആയിക്കഴിഞ്ഞു. ഇതുപോലെ കുറച്ചുണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്ത് തുടങ്ങുക. ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ഉണ്ടാക്കി എടുക്കേണ്ടി വരും. ഒരു 4-5 എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കുഴലപ്പം എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ പ്ലേറ്റിലും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 2-3 പ്ലേറ്റിലായിട്ട് മുഴുവനും റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരത്താനും റോളാക്കി എടുക്കാനോ ഒന്നും നിൽക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയുടെ ചൂടൊന്ന് കറക്റ്റായി വരണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് മാവ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത് എടുത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയുടെ ചൂട് കറക്റ്റാക്കിയിട്ട് മാത്രം കുഴലപ്പം ഇടുക, ഇല്ലെങ്കിൽ എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ഞാൻ എന്താ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ഒന്നുകൂടി ചൂടായി വരാനുണ്ട് കേട്ടോ. ചൂടായി വരുമ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരിക. കണ്ടോ, ഇപ്പോൾ ചൂടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് 2-3 എണ്ണം മാത്രമേ ഒരേ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വലിയ ചട്ടി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂട് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഴലപ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇടുന്നത്. ഒരു 3 എണ്ണം ഉണ്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് കുക്കായിട്ട് ഇതുപോലെ ബബിൾസ് വന്ന് പൊങ്ങി വരും.
നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് അല്ല, അതുപോലെ തേങ്ങയുടെ അളവൊക്കെ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി പൊങ്ങി വരില്ല. ഇപ്പോൾ കണ്ടോ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വന്ന് തുടങ്ങുന്നുണ്ട്. നമ്മൾ എല്ലാ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസും ഇപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന എല്ലാ സ്നാക്സും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യാം. തനിയെ അനങ്ങിക്കൊണ്ടിരിക്കും. ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഒരു 45 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. വീണ്ടും ഫ്രൈ ആയിക്കൊണ്ടിരിക്കട്ടെ. കുറച്ച് സമയമെടുക്കും ഇതൊന്ന് കുക്ക് ചെയ്ത് വരാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി എണ്ണയിൽ ഫ്രൈ ആയി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നതാണ്. നിങ്ങൾ വലിയ കുഴലപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉരുളിയിലോ നോൺ സ്റ്റിക്ക് പാനിലോ ഏതിലെങ്കിലും എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ കുഴിവുള്ള പാത്രങ്ങളിലാണ് നമ്മൾ കുഴലപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ വലിപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അധികം നീളമുള്ളത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വീണ്ടും ഒന്ന് തിരിച്ചിടുക. കുഴലപ്പം കുക്കായി എന്നെങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞു വരും കേട്ടോ. നമ്മൾ ഇട്ടപ്പോൾ നന്നായിട്ട് ബബിൾസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ബബിൾസ് കുറഞ്ഞു തുടങ്ങി. ബബിൾസ് കുറഞ്ഞു വന്നാൽ കളർ ചേഞ്ച് ആകുമ്പോഴാണ് നമ്മൾ ഇത് കുക്കായി കറക്റ്റായി എന്ന് മനസ്സിലാക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ലൈറ്റായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട്. നമ്മുടെ ബബിൾസ് നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ചുകൂടിയേ കുക്കാവാനുള്ളൂ, അതുകൊണ്ടാണ് ബബിൾസ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരും കേട്ടോ. ഇപ്പോൾ ഇത് ആദ്യം ഇട്ടത് കളറായി കറക്റ്റായിട്ട് ഇനി ഇതിൻ്റെ കളറ് വീണ്ടും മാറി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് മാറി വരുന്നതനുസരിച്ച് കളറ് മാറി വരും. ഇപ്പോൾ ഞാനൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ചരിച്ചു പിടിച്ചു കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഴലപ്പത്തിൻ്റെ ഉൾഭാഗത്ത് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ എണ്ണം ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കറക്റ്റായിട്ട് ഫ്രൈ ആയി വരില്ല. അതാണ് കുറച്ചായിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇനി അപ്പോൾ ഇതാ നമ്മുടെ കുഴലപ്പം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 34 കുഴലപ്പം ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വലിപ്പത്തിൽ 2 കപ്പ് പൊടിയിൽ നിന്നാണെങ്കിൽ. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, ചൂടോടുകൂടി ചായയുടെ കൂടെ വൈകുന്നേരം കുഴലപ്പം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അത് ഞാൻ ആദ്യമേ കാണിച്ചു തന്നല്ലോ, വിരലിൽ ചുറ്റിയിട്ട് ഉണ്ടാക്കുന്ന രീതി. അത് ആ രീതിയിൽ ഉണ്ടാക്കിയാലും മതി. ഇതുപോലെ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് 2 രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എളുപ്പമുള്ള രീതിയിലൊക്കെ കുഴപ്പം ഉണ്ടാക്കുക, കഴിക്കുക. അതിനുശേഷം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നല്ല കറിമുറി കുറിക്കാൻ പറ്റുന്ന നമ്മുടെ നാടൻ പലഹാരമാണിത്. അപ്പോൾ നാടൻ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നുണ്ടെങ്കിലും ഞാൻ കഴിച്ചു തുടങ്ങിയെന്ന് മാത്രം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിച്ചു തുടങ്ങുന്നതാണ്. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ എടുത്ത് പൊട്ടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, സൗണ്ടിൽ തന്നെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല, ഇവിടെ ചിരി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.